to our channel Jileebi Cuisine. ഞാൻ ജിബി ജിജോ. ക്യാപ്സിക്കം കൊണ്ടുള്ള ഒരു മോരുകറിയാണ് ഇന്നത്തെ റെസിപ്പി. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് നല്ല കുറുകിയ മോരുകറിയാണിത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുക, ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. ഞാനൊരുടെ ഒരു സാമാന്യം വലുപ്പമുള്ള ക്യാപ്സിക്കം എടുത്തിട്ട് അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അങ്ങനെ ഏകദേശം 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1 അല്ലി വെളുത്തുള്ളിയാണ്. അത് നല്ലപോലെ ചതച്ചെടുക്കുക. പിന്നെ വേണ്ടുന്നത് പച്ചമുളക്, അതൊരു 3 എണ്ണം. ക്യാപ്സിക്കം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചു. അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ക്യാപ്സിക്കം ഒന്ന് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ക്യാപ്സിക്കം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ക്യാപ്സിക്കം വേകുമ്പോഴത്തേക്ക് നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു 1/2 കപ്പ് തേങ്ങയാണിപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇനിയും ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. വെള്ളം ചേർത്ത് കൊടുത്ത് തേങ്ങ നല്ലതുപോലെ അരച്ചെടുക്കാം. തരിതരിപ്പില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. എന്നിട്ട് ക്യാപ്സിക്കം വേകുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടുന്നത് തൈരാണ്. ഞാനിവിടെ നല്ല കട്ട തൈര് ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ട് സൈഡിലേക്ക് വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. മിക്സിയിലിട്ട് അടിക്കാതിരിക്കുക. മിക്സിയിൽ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ തൈര് നല്ല അങ്ങ് ലൂസായി പോവും. അപ്പോൾ കറിയും അതുപോലെ അങ്ങ് ലൂസാവും. ക്യാപ്സിക്കം ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ക്യാപ്സിക്കം ഒക്കെ ആയിട്ടുണ്ട്. വെള്ളവും ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ മിക്സിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇളക്കി ചേർക്കാം. ഒക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കറി നോക്കുകയാണെങ്കിൽ ചെറിയ തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. തിളയ്ക്കാനൊന്നും പാടില്ല. ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പീര ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ പീര കെട്ടുന്ന പോലെ വരും. തൈര് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 1 മിനിറ്റൊക്കെ മതിയാവും ഇതൊന്ന് ചൂടായി കിട്ടാനായിട്ട്. ഇളക്കി കൊടുത്ത് തന്നെ ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനിയും ഈ എണ്ണ താളിച്ചത് വന്നിട്ട് മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറുകിയ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണ്. ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.